BJP അക്കൗണ്ടിലേക്ക് വോട്ടുകൾ ഏറ്റവും കൂടുതൽ എത്തിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ് ശോഭാ സുരേന്ദ്രൻ. ശോഭാ സുരേന്ദ്രൻ ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എവിടെ മത്സരിക്കും വലിയ ചർച്ചയായിട്ടുണ്ട്. കഴിഞ്ഞ തവണ കഴക്കൂട്ടത്ത് മത്സരിച്ച് വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം കാഴ്ചവെക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്തു. ഇത്തവണ ആദ്യം കേട്ടത് കായംകുളത്ത് മത്സരിക്കുന്ന, പിന്നെ കേട്ട് അരൂരിൽ നിന്ന്, പിന്നെ കേട്ട് തൃശ്ശൂരിൽ നിന്ന്, പിന്നെ കേട്ട് പാലക്കാട് നിന്ന്. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി തങ്ങളുടെ മണ്ഡലത്തിൽ മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് BJP പ്രവർത്തകർ കേരളത്തിലുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പിയേഴ്സൺ മാഷുണ്ട്, രാമേന്ദ്രൻ സാറുണ്ട്. സാറേ, എങ്ങനെയാണ് ശോഭാ സുരേന്ദ്രൻ്റെ ഒരു സ്ഥാനാർത്ഥിത്വത്തെ നമുക്ക് വിശേഷിപ്പിക്കാം? ശോഭാ സുരേന്ദ്രന് വേണ്ടി മണ്ഡലങ്ങളിൽ പിടിവലിയാണ്. കാരണം ഒരു വിന്നിങ് കാൻഡിഡേറ്റ് എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ ഞാൻ എൻ്റെ മണ്ഡലം എന്ന് പറയുന്നത് തൃപ്പൂണിത്തുറയാണ്. തൃപ്പൂണിത്തുറയിൽ ആരെങ്കിലും നിർദ്ദേശിക്കാനുണ്ടോ എന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാനും ശോഭാ സുരേന്ദ്രൻ എന്നുള്ള പേരാണ് നിർദ്ദേശിച്ചത്. പല കാരണങ്ങളും ഉണ്ട്. കാരണം അവിടെ ഇന്ന സമുദായത്തിലൊരു സ്ഥാനാർത്ഥിയാണെങ്കിൽ കൂടുതൽ സാധ്യതയുണ്ട് എന്നുള്ള തോന്നൽ ഇപ്പോൾ TK രാമകൃഷ്ണൻ, K ബാബു, ഇങ്ങനെ ആ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത അനുസരിച്ച്. കാരണം സവർണ വോട്ട് അവിടെ എങ്ങനെയായാലും കുറേ BJPക്ക് കിട്ടിക്കോളും. അപ്പോൾ അല്ലാത്ത ഒരു സ്ഥാനാർത്ഥി വന്നാൽ കൊള്ളാം എന്നുള്ളൊരു കാഴ്ചപ്പാടൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈ ശോഭാ സുരേന്ദ്രൻ വന്നാൽ കൊള്ളാം എന്നൊക്കെ നമ്മൾ പറയുന്നത്. പക്ഷേ തൃപ്പൂണിത്തുറ മണ്ഡലത്തിലേക്ക് അവരെ എറണാകുളം ജില്ലയിൽ നിന്ന് നിർദ്ദേശിച്ചിട്ടില്ല. അവരെ ആലപ്പുഴയിലെ 4 മണ്ഡലത്തിലേക്ക് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട് ശോഭാ സുരേന്ദ്രനെ. പാലക്കാട് നിർദ്ദേശിച്ചിട്ടുണ്ട് അവരെ. തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിലേക്ക് അവരുടെ പേര് നിർദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷെ വട്ടിയൂർക്കാവിൽ വേറെ 2 പേരുണ്ട്. ശ്രീലേഖയുടെ പേരുണ്ട്, നടൻ, സിനിമ സീരിയൽ നടൻ കൃഷ്ണകുമാറിൻ്റെ പേര് ഉണ്ട്. കൃഷ്ണകുമാർ നേരത്തെ തന്നെ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് തിരുവനന്തപുരം അല്ല, വട്ടിയൂർക്കാവിലാണ് താല്പര്യം. കാരണം അദ്ദേഹം താമസിക്കുന്നത് വട്ടിയൂർക്കാവിലാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ തന്നെയാണ് ശ്രീലേഖയും താമസിക്കുന്നത്. പക്ഷെ ശ്രീലേഖ സ്ഥാനാർത്ഥിയാകാൻ താല്പര്യമില്ലെങ്കിൽ, പക്ഷേ ശ്രീലേഖയിലൊരു സമ്മർദ്ദം വരും എന്നും കേൾക്കുന്നുണ്ട് വട്ടിയൂർക്കാവിൽ നിൽക്കാൻ വേണ്ടി. ആലപ്പുഴയിൽ 4 മണ്ഡലങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഹരിപ്പാട്ടേക്ക് ശോഭാ സുരേന്ദ്രൻ്റെ പേര് മാത്രമേ BJP നിർദ്ദേശിച്ചിട്ടുള്ളൂ. ഹരിപ്പാടല്ലേ ചെന്നിത്തലയുടെ അതെ. അപ്പോൾ ശോഭാ സുരേന്ദ്രനെ എങ്ങനെയെങ്കിലും അവിടെ മത്സരിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട് രമേശ് ചെന്നിത്തല BJP ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയൊക്കെ സമീപിക്കാൻ സാധ്യതയുണ്ട്. ചെന്നിത്തല അങ്ങനെയൊക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ നേരത്തെ VV രാജേഷിനെ ഒരു സമയത്തെ ഹരിപ്പാട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തോ മറ്റോ മുമ്പത്തെ തെരഞ്ഞെടുപ്പ് കാലത്ത് നിർദ്ദേശിച്ചു കഴിഞ്ഞപ്പോൾ പിന്നീട് അവിടെ നിന്ന് രാജേഷ് പിൻവാങ്ങുന്നത് കണ്ടതാണ്. പിന്മാറുന്നത് മാത്രമല്ല, BDJSലേക്ക് ആ സീറ്റ് എത്തി. അതെ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ആളുകളെ മാറ്റാനും ഒക്കെ പ്രാപ്തനായ ഒരാളാണ്. ഒരു ദുർബല സ്ഥാനാർത്ഥിയെ മറ്റ് പാർട്ടികൾക്ക് നിർദ്ദേശിക്കാനുള്ള ശക്തി ഒക്കെ രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ട്. ഹരിപ്പാട്. പിന്നെ ചെങ്ങന്നൂർ 2ാമത്തെ സ്ഥാനാർത്ഥിയായിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട്. 1ാമത്തെ സ്ഥാനാർത്ഥിയായിട്ട് സന്ദീപ് വാചസ്പതിയാണെന്നാണ് പറയുന്നത്. 2ാമത്തെ സ്ഥാനാർത്ഥിയായിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട്. പിന്നെ കായംകുളം, അരൂർ മണ്ഡലങ്ങളിലേക്ക് നിർദ്ദേശിച്ചിട്ടുണ്ട്. ആലപ്പുഴയിൽ എന്താണെന്ന് വെച്ചാൽ അവർ വലിയ വോട്ട് പിടിച്ച സ്ഥലമാണത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. കാരണം ഏറ്റവും കൂടുതൽ ആദ്യം അവിടെ വോട്ട് പിടിച്ചത് ഡോക്ടർ KS രാധാകൃഷ്ണനാണ്. 2019 1,87,729. ശോഭാ സുരേന്ദ്രൻ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2,99,648 വോട്ട് പിടിച്ചു. 3 ലക്ഷത്തിനടുത്തെത്തി. 3 ലക്ഷത്തിൻ്റെ അടുത്തെത്തി. അവർക്ക് അത്തരം അവിടുത്തെ മണ്ഡലങ്ങളിലൊക്കെ CPM മണ്ഡലങ്ങളിലുമൊക്കെ അവർ വലിയ മുന്നേറ്റം അവിടെ കാഴ്ചവെച്ചതാണ്. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ, മാറ്റമില്ല. കഴക്കൂട്ടത്ത് മുരളീധരൻ, മറ്റേ കാട്ടാക്കട കൃഷ്ണദാസ് അല്ലേ, അങ്ങനത്തെ. തിരുവനന്തപുരത്ത് കരമന ജെയിൻ ആയിരിക്കും. കരമന ജെയിൻ മറ്റേ വിജയത്തിന്റെ ശില്പിയും കൂടിയാണല്ലോ അവിടുത്തെ തിരുവനന്തപുരം കോർപ്പറേഷൻ. അപ്പോൾ കരമന ജെയിൻ ഉറപ്പായിട്ടും സീറ്റ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അവര് ഈ കൂട്ടത്തിൽ എവിടെ മത്സരിക്കാനാണ് ശോഭാ സുരേന്ദ്രൻ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് നോക്കേണ്ടത്. എനിക്ക് ശോഭാ സുരേന്ദ്രന് മുമ്പിൽ നിർദ്ദേശം വെക്കാനുള്ളത് അവർ തൃപ്പൂണിത്തുറയിൽ മത്സരിക്കണം എന്നുള്ളതാണ്.
തീർച്ചയായിട്ടും ഇതിനകത്ത് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത് ഒരു മാജിക് ഫിഗറായിട്ട് BJP മാറ്റി കഴിഞ്ഞിരിക്കുന്നു. ശരിക്കും തെരഞ്ഞെടുപ്പിൽ എവിടെ പോയി കഴിഞ്ഞാലും അവിടെ ആളുകളെ വെച്ച് ഓടിച്ചു കൂട്ടാനായിട്ടുള്ള കഴിവ് ശോഭയ്ക്കുണ്ടെന്നുള്ള കാര്യം തർക്കമില്ല. നേരത്തെ നമ്മൾ ടെലിവിഷനിലേക്ക് ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് പലപ്പോഴും ചില അബദ്ധങ്ങളൊക്കെ പറയുമായിരുന്നെങ്കിലും അവരുടെ ആ വാക് സാമർഥ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പം BJPയുടെ ഈ തീവ്ര രാഷ്ട്രീയത്തെ വളരെ കൃത്യമായിട്ട് ആളുകളുടെ മനസ്സിലെത്തിക്കാനായിട്ടുള്ള ശേഷി BJPയിലെ എല്ലാ നേതാക്കളെക്കാളും കൂടുതലായിട്ടുള്ളത് ശോഭക്കാണ്. ഏത് നേതാവാണെങ്കിലും എടുത്ത് ഇത് ഒരു സാധ്യതയൊന്നും മറ്റ് നേതാക്കൾക്കില്ല എന്നുള്ള ഒരു തർക്കമില്ല. അതും ഒരു സ്ത്രീ എന്നതും വളരെ പ്രധാനപ്പെട്ട ഘടകമായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. എന്നുവെച്ചാൽ തൻ്റെ വാഗ്ദാരണ കൊണ്ട് ഓഡിയൻസിനെ സൃഷ്ടിക്കുകയും ആ ഓഡിയൻസിനെ പിന്നീട് വോട്ടാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസമായിട്ട് അവർ മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എല്ലാ ഇടങ്ങളിൽ നിന്നും BJPയുടെ ആവേശഭരിതരായിട്ടുള്ള പ്രവർത്തകരെ ശോഭാ സുരേന്ദ്രനെ അവരുടെ മണ്ഡലത്തിലേക്ക് ക്ഷണിക്കുന്നത്. അതുകൊണ്ടാണ് ഓരോ മണ്ഡലവും ശോഭാ സുരേന്ദ്രന് വേണ്ടി കടിപിടി കൂടുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ പിടിവലി കൂടുന്നു എന്ന് പറയാനുള്ള കാരണമാണ്. അതൊരു തമാശയ്ക്ക് പറയുന്ന കാര്യമല്ല, ആക്ച്വലി അവർ ആവശ്യപ്പെടുന്നതാണ്. അതായത് BJPയുടെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുപ്പ് ജയിച്ചാലും തോറ്റാലും ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായിട്ട് വന്നാൽ അവർ ജയിച്ചു എന്നാണ് അവർ മനസ്സിലായത്. അത്ര ആവേശത്തോടെ അവർക്ക് പ്രവർത്തിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഈ ആവേശം വിതറുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന പ്രത്യേകത ശോഭ നേടിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പലയിടങ്ങളിലും നമ്മൾ ഇതുവരെ ഉള്ള തെരഞ്ഞെടുപ്പുകളിൽ ചർച്ചയിൽ നിന്ന് വ്യത്യസ്തമായിട്ടായിരിക്കും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന് ചർച്ച ചെയ്യേണ്ടത്. കാരണം മുൻപൊന്നുമില്ലാത്ത തരത്തിൽ BJP ഈ ഒരു ത്രികോണ മത്സരത്തിൻ്റെ സാധ്യത വളരെ കൃത്യമായിട്ട് ഒരുപാട് മണ്ഡലങ്ങളിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി പ്രധാനപ്പെട്ട ഘടകമാണ്. ത്രികോണ മത്സരം നടക്കുന്ന ഏത് മണ്ഡലത്തിലും സ്ഥാനാർത്ഥി പ്രധാനപ്പെട്ടതാണ്. കാരണം സ്വസിദ്ധമായിട്ട് ആ പാർട്ടിക്ക് കിട്ടേണ്ട കുറവോട്ട്, അതിനൊപ്പം അവർ വെച്ച ആളെ കൂട്ടി ചേർക്കുന്ന കുറവോട്ട്, അതുകൊണ്ട് ചിലപ്പോൾ ജയിക്കാൻ പറ്റും. തൃപ്പൂണിത്തുറയ്ക്ക് അതിന് സാധ്യതകളാണ്. പക്ഷേ BJPക്കാരെ അതങ്ങനെ കണ്ടിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഈ KC വേണുഗോപാലിനെതിരെ ആലപ്പുഴയിൽ ശക്തമായ മത്സരമാണ് ശോഭാ സുരേന്ദ്രൻ കാഴ്ചവെച്ചത്. ശോഭ പോലും പ്രതീക്ഷിക്കുകയാണെങ്കിൽ ആലപ്പുഴയിലേക്ക് അവർക്ക് മത്സരിക്കേണ്ടി വരുന്നു. പക്ഷേ ആലപ്പുഴയിൽ ചെന്ന് ഇറങ്ങിയതിന് ശേഷം അവർ ധീവര സമുദായത്തിൻ്റെ, അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ്റെ, ഒപ്പം തന്നെ ഈഴോ വോട്ടുകൾ, ഇതിൻ്റെ എല്ലാം തന്നെ കേന്ദ്രങ്ങളെ ആകർഷിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കായംകുളം നിയമസഭാ മണ്ഡലം മാത്രം എടുത്താൽ 44,000 മുതൽ 48,000 വോട്ട് വരെ BJPയുടെ അക്കൗണ്ടിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ അവിടെ സിറ്റിംഗ് MLA CPMൻ്റെയാണ്. അവർ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ഇതൊക്കെ ഉണ്ടായെങ്കിലും വന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഈ 48,000 എന്നുള്ള 34,000 വോട്ടായിട്ട് BJPയുടെ അക്കൗണ്ടിൽ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ അല്ലാതെ ആര് നിന്നാലും ഇത്തരത്തിൽ വോട്ട് സമാഹരിക്കാൻ കഴിയില്ല എന്നാണ്. ശോഭയെ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ അരൂര് മത്സരിക്കാമെന്നാണ്. അരൂര് മത്സരിക്കാനാണ് അവർക്ക് താല്പര്യമെങ്കിൽ അവരെ അവിടെ കൊണ്ട് നിർത്തും. ഒരുപക്ഷെ പാലക്കാടാണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഒരുപക്ഷെ കേന്ദ്ര നേതൃത്വം പോലും ശോഭാ സുരേന്ദ്രന് ഏത് മണ്ഡലത്തിലാണ് മത്സരിക്കാൻ താല്പര്യം ആ മണ്ഡലം അനുവദിച്ചു കൊടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. ശരിക്കും ശോഭയാണോ ഈ BJPയുടെ ഒരു ക്രൗഡ് പുള്ളർ എന്ന് പറയാൻ? അതെ, ഈ അരൂരിന്റെ കാര്യം പറഞ്ഞപ്പോൾ കായംകുളത്തും അരൂരും BDJS സീറ്റുകൾ സത്യത്തിൽ അവിടെ ഈ BDJSന് ഒന്നും വലിയ കഥയൊന്നുമില്ല. അപ്പോൾ ഈ അരൂരൊക്കെ അവർക്ക് പറ്റിയ സ്ഥലമാണ്. ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ പിടിവലി ഉണ്ടെങ്കിൽ മുമ്പ് K. സുരേന്ദ്രൻ 2 മണ്ഡലത്തിൽ നിന്നല്ലേ ആവശ്യമില്ലാണ്ട്, ആവശ്യമുണ്ടായിട്ട് 2 മണ്ഡലത്തിൽ എന്തുകൊണ്ട് ശോഭാ സുരേന്ദ്രനെ പരിഗണിച്ചുകൂടാ? അല്ല, എനിക്ക് ചോദിക്കാൻ അത് മാത്രമല്ല, 30-32 മണ്ഡലങ്ങളിലേക്ക് BJPക്ക് സ്ഥാനാർത്ഥി വേണം. അവർ തപ്പിയ 10-12 കൂടുതൽ കിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ശോഭാ സുരേന്ദ്രൻ 4 മണ്ഡലത്തിൽ മത്സരിപ്പിച്ചാൽ എന്താണ്? 2 എണ്ണമല്ല, 4 എണ്ണത്തിൽ വേണമെങ്കിൽ മത്സരിപ്പിക്കാം. ഞാൻ അവർക്ക് സ്ഥാനാർത്ഥി ഇല്ലാത്തതിൻ്റെ പേരിൽ പറയുന്നതാണ്. 30-32 മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ ജയസാധ്യത ഉണ്ട് എന്ന് അവർ പറയുന്ന മണ്ഡലങ്ങളാണ്. ആ മണ്ഡലങ്ങളിൽ ത്രികോണ മത്സരം എന്ന് പറയുന്നത് ബ്രിമ്മിലാണ്. അവിടെ ഒരു കാൻഡിഡേറ്റ്, അയാളുടെ ഐഡൻറ്റിറ്റി, അയാളുടെ ക്രൗഡ് പുള്ളിങ് കപ്പാസിറ്റി, മറ്റ് പലതരത്തിലുള്ള സബ്ജക്റ്റ്, അതൊക്കെ പ്രധാന ഘടകമായിട്ട് വരുമ്പോൾ BJPയെ സംബന്ധിച്ചൊന്നും നഷ്ടപ്പെടാനൊന്നുമില്ല. BJP ഒതുക്കാൻ ശ്രമിച്ചതെന്നും കൂടി ഓർക്കണം. അത് നേരത്തെ തിരിച്ചുവരവാണത്. അതൊക്കെ അതിൻ്റെ അകത്തുള്ള പ്രശ്നങ്ങളാണല്ലോ. ആ പ്രശ്നങ്ങളുടെ അതൊരു എനർജി ബാരിയറായിരുന്നു. അതവർ മറികടന്ന് ഇപ്പോൾ ഒരു മണ്ഡലത്തിൽ നിർത്തണോ വേണ്ടെന്നുള്ളതല്ല,
നമ്മളീ പറഞ്ഞ നേരം 4 മണ്ഡലത്തിൽ അവരെ നിർത്തിയാൽ എന്താണ് എന്ന തരത്തിൽ BJP ആലോചിക്കുന്ന ഒരു കാലമാണ്. അവർക്കതുകൊണ്ട് പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ലെന്ന് തന്നെ ഞാൻ പറഞ്ഞത്. 4 മണ്ഡലത്തിലും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പവർഫുള്ളായിട്ടുള്ള എനർജിക് ആയിട്ടുള്ള ഒരു മുന്നേറ്റം നടത്താനായിട്ട് കഴിയുന്നു. ജയിച്ചാലും തോറ്റാലും പ്രശ്നമില്ല BJPയെ സംബന്ധിച്ചിടത്തോളം. BJPയുടെ വോട്ട് ഷെയർ ഇങ്ങനെ വർദ്ധിപ്പിക്കുക. 4 മണ്ഡലത്തിലും ജയിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അത് പ്രശ്നമാണ്. അതിപ്പോൾ വേറെ കാര്യമാണ്. ഈ വട്ടിയൂർക്കാവിൽ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു ശ്രീലേഖയുടെയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ നിയമത്തേക്ക് കേൾക്കുന്നത് രാജീവ് ചന്ദ്രശേഖരൻ്റെയാണ്. ഇപ്പോൾ ഇത്തരത്തിൽ ഉറപ്പായിട്ടും 5 മണ്ഡലങ്ങളിൽ തിരുവനന്തപുരത്ത് നിന്ന് വിജയിച്ച് കയറാൻ BJPക്ക് കഴിയുമെന്നാണ് കണക്കൂട്ടൽ അവരെത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരത്ത് ഉറച്ച മണ്ഡലത്തിലേക്ക് ശോഭാ സുരേന്ദ്രനെ കൊണ്ട് നിർത്തുക എന്നൊരു നീക്കം കൂടി BJPക്ക് നടത്തിക്കൂടെ? തിരുവനന്തപുരത്ത് വലിയ സാധ്യതയാണ്. കാരണം ഇപ്പോൾ കോർപ്പറേഷനിലേക്കൊക്കെ ജയിച്ച് ഭയങ്കരമായ ഒരു അന്തരീക്ഷം നിൽക്കുന്ന ഒരു ജില്ല. ആ ജില്ലയിൽ നിന്നാണ് ജയിക്കുമെങ്കിൽ BJPക്ക് സീറ്റ് കിട്ടുന്ന ജില്ല എന്ന് പറയുന്നത് സത്യത്തിൽ തിരുവനന്തപുരം ആണ്. ഒരു 2 or 3 സീറ്റ് കിട്ടാവുന്നത് തിരുവനന്തപുരത്താണ്. അതിൻ്റെ രാഷ്ട്രീയ കാലാവസ്ഥയുള്ളത്. അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ കൂട്ടത്തിൽ വട്ടിയൂർക്കാവ് മുരളീധരനായിരിക്കും കോൺഗ്രസിൽ നിന്നുള്ള കാര്യത്തിൽ വലിയ സംശയം ഏതാണ്ട് ഉറപ്പാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശാന്തം വരാനുള്ള സാധ്യത. അതെ. അപ്പൊ അതുകൊണ്ട് വട്ടിയൂർക്കാവില് നല്ല 1ാം തരം സ്ഥാനാർത്ഥി ആയിരിക്കും ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുമ്പോൾ തന്നെ തൃപ്പൂണിത്തുറ പരിഗണിക്കണം എന്ന് ചുരുങ്ങിയത് 2 സ്ഥലത്തെങ്കിലും ശോഭയെ മത്സരിപ്പിക്കണം. അതിലൊന്ന് വട്ടിയൂർക്കാവും മറ്റൊന്ന് തൃപ്പൂണിത്തുറ ആയിരിക്കുന്നതാണ് നല്ലത് എന്നുള്ളതാണ് രാമേന്ദ്രൻ്റെ ഒരു അഭിപ്രായം. വടക്കൻ പറവൂർ എന്ന് ആവശ്യപ്പെടാം. അത് സതീശനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് വരും. ഒരുപക്ഷെ വടക്കൻ ജില്ലകളെക്കാൾ അവർ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്ന ഈ പറയുന്ന തെക്കൻ മേഖല തന്നെ ആയിരിക്കും. അല്ല, ഞാനിതിൻ്റെ അകത്ത് കാണുന്ന പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്. അവർ പോയി മത്സരിക്കുന്ന എല്ലാ സ്ഥലത്തും അവർ ഒരു എനർജൈസറാണല്ലോ. അത് അത്രമാത്രം BJPയെ സംബന്ധിച്ചിടത്തോളം ഗുണകരം. അവർക്ക് ഒരുപാട് സ്ഥാനാർത്ഥികളില്ല, അതാണ് പ്രശ്നം. അങ്ങനെ വരുന്ന സമയത്ത് ഇത് ശരിയാണ്, 2 or 3 സീറ്റ് കിട്ടാനായിട്ടുള്ള സാധ്യതയാണ് ഉള്ളതെങ്കിൽ അത് തിരുവനന്തപുരത്ത് നിന്നാണ്. മറ്റൊരു സ്ഥലം ഞാൻ കാണുന്നത് മഞ്ചേശ്വരമാണ് കേട്ടോ. മഞ്ചേശ്വരത്തും അതെ, സുരേന്ദ്രന് ജയിക്കാൻ സാധ്യതയുള്ള സ്ഥലം. ഞാൻ BJPക്ക് 3-4 സീറ്റുകൾ കിട്ടാൻ സാധ്യതയുള്ളത് അങ്ങനെയാണ്. ഈ ത്രികോണ മത്സരമാണെങ്കിൽ പോലും ഇതൊക്കെ കവർ ചെയ്ത് വരാൻ സാധ്യതയുള്ള ഈ സ്ഥലങ്ങളിലൊക്കെ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ അങ്ങനെ തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു അന്തരീക്ഷം ഇരിക്കുമ്പോൾ ഈ പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ശരിക്കും അവിടെ ആ വിന്നിംഗ് കാൻഡിഡേറ്റ്സിനെ തന്നെ അവിടെ കേന്ദ്രീകരിക്കണം. അപ്പൊ കേന്ദ്രീകരിക്കുന്നതിന്റെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാസ്കേഡിങ് ഇഫക്റ്റ് എന്ന് പറയുമല്ലോ. ഒരു മണ്ഡലത്തിലെ ഒരു ഗംഭീര സ്ഥാനാർത്ഥിയുടെ ഗുണം അടുത്തുള്ള അയൽ മണ്ഡലങ്ങളിലേക്കും കിട്ടും. അത് തീർച്ചയായിട്ടും അങ്ങനെ അതൊരു ട്രാൻസിഷനാണ് ശരിക്കും പറഞ്ഞിട്ട്, എനർജി ട്രാൻസിഷനാണ്. അപ്പോൾ അത് ഇവർ നല്ലത് ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റ്സിന് ഇവിടെ തിരുവനന്തപുരത്ത് എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് കുമ്മനം രാജശേഖരൻ അങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല, പുള്ളിനെ തിരുവനന്തപുരത്ത് കൊണ്ടുവരാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും കേരളത്തിലെ BJP പ്രവർത്തകർ പിടിവലി നടത്തുകയാണ് ശോഭാ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി. നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.